ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് കപ്പ കൊണ്ട് ഒരു ഉപ്പുമാവ് തയ്യാറാക്കാം. സർഗം കിച്ചണിൽ ഒരു കപ്പ ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത്. കപ്പ കൊണ്ട് എന്ത് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കപ്പ ഉപ്പുമാവ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. കപ്പ ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം ഉപ്പുമാവിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെ ചേർത്തു. പിന്നെ കപ്പ സെപ്പറേറ്റ് വേവിച്ചു. കപ്പ കഴിച്ചാൽ തന്നെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഫുഡാണത്. എല്ലാ വിറ്റാമിൻസും അടങ്ങിയുള്ളതാണ്. കപ്പ ഉപ്പുമാവ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആവും ചെയ്യും. നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ കഴിക്കുക. കൊള്ളി ഉപ്പുമാവ് തയ്യാറാക്കാൻ വേണ്ടി, അതായത് കൊള്ളി എന്ന് പറഞ്ഞാൽ കപ്പ രണ്ടും ഒന്നുപോലെ തന്നെയാണ്. മരച്ചീനി, കപ്പ, കൊള്ളി എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടിൽ കൊള്ളി എന്നും പറയും, കപ്പ എന്നും പറയും. അത് തയ്യാറാക്കാനായി ആദ്യം ഞാൻ 1/2 കിലോ കപ്പ തോടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനി ചെറുതാക്കിയിട്ട് നുറുക്കി വേവിക്കാം. ഞാൻ കുക്കറിലാണ് വേവിക്കണേ. അപ്പം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇത് കലത്തിലൊക്കെ ഇട്ടാകുമ്പോൾ വേവും കുറയും. നല്ലോണം വേവണം, എന്നാലേ നമ്മുടെ ഉപ്പുമാവ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. നല്ല കൊള്ളിയാവുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. ഇത് നല്ല ചെറുതാക്കിയിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് അത് വേവുമ്പോൾ ഇത്തിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല, നല്ലോണം ഉടഞ്ഞു ചേർന്നോളൂ. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ചെറുതാക്കിയിട്ട് നുറുക്കിയിടാം. അത് ആദ്യം എന്നിട്ട് കുക്കറിലിട്ടിട്ട് കലത്തിൽ വേവിക്കണമെങ്കിൽ കലത്തിലും വേവിക്കാം കേട്ടോ. ഞാനിപ്പോൾ കുക്കറിൽ ഉപയോഗിക്കണമെന്നുള്ള കുറച്ച് മഞ്ഞൾ ഉപ്പിട്ടിട്ട് വേവിക്കണം. ഇത് 1/2 കിലോ കപ്പിനത്. ഇപ്പം നല്ലോണം നമ്മൾ ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് കുക്കറിൽ ഒരു വിസിലടിക്കുക. ഇതാണ് കുക്കർ. ഇതിലേക്ക് നമ്മൾ കഴുകി ചേർക്കാം. അതിലേക്ക് ആവശ്യത്തിന് കൊള്ളിക്ക് ഏകദേശം നമുക്കൊരു കണക്കുണ്ടല്ലോ, അതെ, ഒരു സ്പൂണോളം ഉപ്പ് ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഈ കൊള്ളിക്കൊക്കെ കട്ടുണ്ടാവും. ഒരു കപ്പോളം വെള്ളവും ചേർത്ത് വേവിക്കുക. എന്നിട്ട് നമ്മളിതിൽ കൊള്ളി വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് വേണം നമ്മൾ എന്തും ഉണ്ടാക്കാനായിട്ട്. ഇത് ഗ്യാസ് ഓൺ ചെയ്ത് വെക്കും. കൊള്ളിക്ക് ഒരു കട്ടുണ്ട്. അത് നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഊറ്റിക്കളയണം, അല്ലെങ്കിൽ കൊള്ളിയുടെ കട്ട് നമുക്ക് ശരീരത്തിന് അത്ര നല്ലതല്ല. ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി ഒരു വിസിലും കൂടി അടിക്കുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ കൊള്ളി വെന്തിട്ടുണ്ടാവും. നല്ല കൊള്ളിയായ കാരണം പെട്ടെന്ന് തന്നെ വെന്തോളും. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഇരുന്നിങ്ങനെ വെന്തോളും. നമുക്ക് ഗ്യാസ് കഴിയുമ്പോൾ തുറന്നെടുത്താൽ മതി. ഇതൊരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. നമ്മൾ കപ്പ ഉപ്പുമാവ് തയ്യാറാക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക. അതാണ് നല്ലത്. കേരളീയ സ്റ്റൈലിൽ വെളിച്ചെണ്ണ എടുക്കുക. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് വേണം കടുക് പൊട്ടിക്കാൻ. പിന്നെ പെട്ടെന്ന് തന്നെ പൊട്ടിയോളും. നല്ലോണം ചൂടാവണം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ട് നമുക്ക് കടുക് ഇടാം. നല്ലോണം വെളിച്ചെണ്ണ ചൂടായ കടുകിട്ട് അപ്പം തന്നെ അങ്ങ് പൊട്ടിയോളൂ. അപ്പം നല്ല ടേസ്റ്റാണ്. കടുക് പൊട്ടിയതിന് ശേഷം പൊട്ടനോടുകൂടി നമുക്കിത് ഉഴുന്നും പരിപ്പ് കുറച്ചിടാം, ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് വേപ്പില, ഒരു 3 കതിർപ്പ്, പിന്നെ വറ്റൽമുളക് 2 എണ്ണം ചെറുതാക്കി പൊട്ടിച്ചത്. അതിന് ശേഷം നമുക്ക് ഈ സബോള 2 എണ്ണം ചെറുതാക്കി നുറുക്കി. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇൻഗ്രീഡിയൻസ് കപ്പയാണെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ പച്ചമുളക് ചേർക്കാം. 4 പച്ചമുളക് ഉണ്ട്. ഇതിലേക്ക് പിന്നെ ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, ചെറിയൊരു കഷ്ണം ടേസ്റ്റ് കിട്ടാനായിട്ട്.
ഈ ഓപ്ഷനിലാണ്, ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. നമുക്ക് ഈ സബോളയ്ക്കും ഈ പച്ചമുളകിനൊക്കെ ആവശ്യമുള്ള ഉപ്പൊന്ന് ചേർക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിറം മാറുമ്പോൾ നമ്മൾ ചെരുകി വെച്ചത് അരമുറി നാളികേരം ചെരുകിയത് ചേർക്കാം. ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിനി ഇത് ചുരുക്കിടാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഗ്യാസ് ഒന്ന് കളഞ്ഞിട്ട് എടുക്കാം. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഏകദേശം ആയിട്ട് ഇനി തുറന്നിട്ട് തുറക്കാം. ആവാത്ത നല്ല പുള്ളിയായ കാരണം പെട്ടെന്ന് തന്നെ വെന്തുണ്ടാവും. നല്ല കപ്പയായിരുന്നു. അപ്പോൾ നല്ലോണം വേവണ്ടെന്ന് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ എടുക്കണം. ഒരു വിളി മതി ഇതിനൊക്കെ. നല്ലോണം വെന്തുണ്ട്. ഇത് നമുക്ക് വെള്ളം ഊറ്റി കളഞ്ഞ് എടുക്കാം. നമ്മുടെ കപ്പ ഉപ്പുമാവ് തയ്യാറായിക്കൊണ്ടിരിക്കുക. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ടാൽ മതി. നമുക്ക് ചേർത്ത് ഇളക്കാം. നമുക്ക് ഇങ്ങനെ ഇളക്കിയെടുക്കാം. നമ്മുടെ കപ്പ ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മരക്കയിലോണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ച് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അല്ലാണ്ട് സബോളയും പച്ചമുളകൊന്നും വാടണ്ട. ജസ്റ്റ് ഒരു ഇത് വഴറ്റിയെടുത്താൽ മതി. നല്ല ടേസ്റ്റുള്ളൊരു വിഭവമാണ്. ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടും 4 മണി പലഹാരമായിട്ടും ഒക്കെ നമുക്ക് എടുക്കാം. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.